വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്ത് ഡെയിലി ബ്രെഡ് ധാരാളം പേർക്ക് അനുഗ്രഹകരമാകുന്നു എന്ന് കേൾക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആഴ്ചകൾ മുഴുവൻ ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുപോലും മിസ്സാക്കല്ലേ. ഇത് കേൾക്കും തോറും ആ പകർന്നിരിക്കുന്ന വിട്ടുതലിൻ്റെ അഭിഷേകം, ആ നന്മകൾ കൊണ്ടുവരുന്ന അഭിഷേകം, എൻ്റെ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവൻ മഹത്വത്തോടെ തൻ്റെ ധനത്തിനോത്തോളം തീർക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട്. മറന്നുപോകില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആകാശത്തിലെ പറവകളെ, ദർശനം 6:26, പറവകളെ നോക്കുവീൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും എൻ്റെ സ്വർഗസ്നായ പിതാവ് അവയെ പോറ്റിപ്പുലർത്തി. നിങ്ങൾ അവയേക്കാൾ വിശേഷതയുള്ളവരെങ്കിൽ മണിക്കൂറെടുത്ത് പറയേണ്ടതാണ്. ചെറിയൊരു കാച്ചിക്കുറിക്കൊരു സന്ദേശമാണ് തരാൻ പോവുക. അവിടെ എഴുതിയിരിക്കുന്ന കർത്താവ് പോലത് കമ്പയർ ചെയ്യുക. നോക്കിയേ, മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ, മുട്ടയോ തെളിനെ കൊടുക്കും. എന്നിട്ട് പറയുകയാണ്, ദോഷികളായ നിൻ്റെ മാതാപിതാക്കൾ നിനക്ക് തരുന്നെങ്കിൽ സ്വർഗസ്നായ പിതാവ് എത്ര അധികം. അപ്പോൾ ആകാശത്തിലെ പറവുകളെ നോക്കാൻ, നമ്മൾ പ്രകൃതിയെ നോക്കിയാൽ തന്നെ നമുക്ക് സമാധാനം വരും. അവയൊന്നും ആത്മഹത്യ ചെയ്യുന്നില്ല, അവയെല്ലാം പോറ്റി പുലർത്തും. അവ എന്തോ അവരിരിക്കുന്നത്, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ മനുഷ്യനെതെല്ലാം ചെയ്യുന്നത്. അതിന് വിതയില്ല, കൊയ്ത്തുമില്ല, പക്ഷെ അതിന് അനുവദനീയമാണ് ഈ വിതയെന്നും കൊയ്ത്തെന്നും ഒക്കെ കഴിക്കാൻ. എന്നിട്ട് പറയുക, അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലയോ, അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലയോ എന്ന്. നമുക്കറിയാം, ഇന്ന് മനുഷ്യൻ്റെ പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിലുള്ള സർവ്വസൃഷ്ടിയും ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. നന്ദിയോടെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ചിന്ത നിങ്ങളെ ഭരിക്കട്ടെ. ആകാശത്തിലെ പറവുകളെ, സർവ്വചരാചരങ്ങളെ, വചനം പറയുന്ന കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം നിനക്ക് നിൻ്റെ തലമുറയ്ക്കും വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ദൈവം അത് കരുതിയിട്ടുണ്ട്. അത് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവം അത് പ്രവർത്തിക്കും, തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് ഈ മിണ്ടാപ്രാണികളെ ദൈവം കരുതുന്നെങ്കിൽ, വചനം പറയുന്നത് ബാലസിംഹങ്ങളെ കിട്ടാതെ വിശന്നിരിക്കും, നല്ല യഹോവയെ അന്വേഷിക്കുന്നവർ അവയ്ക്ക് പോലും പ്രതിസന്ധി വരും. അപ്പോൾ അവയേക്കാൾ നാം വിശേഷതയുള്ളവരാണ്. തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. വിലയേറിയൊരു മാന്യരുമായിട്ട് ദൈവം നമ്മെ കാണുന്നു, നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഒന്നും ഓർത്ത് ഭയപ്പെടേണ്ട. സാമ്പത്തികം ഏത് വിഷയത്തിലും ഹൃദയം നിറഞ്ഞ് ദൈവനെ നല്ലവനാ പ്രവൃത്തിട്ടുണ്ടെങ്കിൽ കർത്താവെ പരാതി പറഞ്ഞിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമേ, നീ കരുതാൻ, നീ പരിപാലിക്കാൻ വിശ്വസ്തനാണ്. ആമേൻ. ഈ വചനം നിങ്ങളെ ശക്തീകരിക്കട്ടെ, നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം തരട്ടെ. ഇന്ന് പകൽ